ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ടോയ്സ് ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ, അങ്ങനെ ഒരു ഐഡിയ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. $365 ബില്യൺ ആണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രം ടോയ്സ് വിറ്റുകൊണ്ട് ഒരു വർഷത്തിൽ വരുമാനം ഉണ്ടാക്കുന്നത്. $365 ബില്യൺ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ മാർക്കറ്റിലുള്ള ഇതിന്റെ ഒരു വിറ്റുവരവ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ നമുക്കും ഏകദേശം ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടോയ്സ് വിറ്റുകൊണ്ട്, അതും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ടോയ്സ് വിറ്റുകൊണ്ട് നമുക്ക് എങ്ങനെ മാസം 1,00,000 രൂപയുടെ മുകളിൽ തന്നെ വരുമാനം ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് യുവർ നിഷ്, അതായത് ഏത് കാറ്റഗറിയിൽ പെടുന്ന ടോയ്സ് ആണ്, ഏത് ഏജ് കാറ്റഗറിയിൽ പെടുന്ന ടോയ്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യണേന്ന് ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക. ആദ്യം നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ആദ്യം ഫൈനലൈസ് ചെയ്യുക. അതായത് ഏത് ഏജ് ഓഫ് കാറ്റഗറിയിൽ പെടുന്ന ടോയ്സ് ആണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ ഹോൾസെയിലായിട്ട് എവിടുന്നാണ് കിട്ടുക എന്ന് നമ്മൾ അറിയണം. ആലിബാബ, ഇന്ത്യ മാർട്ട് പോലത്തെ സൈറ്റുകളിൽ, ഹോൾസെയിൽ ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഹോൾസെയിൽ ഡീലേഴ്സിനെ കാണാൻ പറ്റും. എന്നാൽ അതിലും എളുപ്പമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ലോക്കൽ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുകയായിരിക്കും. ലോക്കലായിട്ടുള്ള ഹോൾസെയിൽ ആയിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് മേടിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം അവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ മൂവബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടോയ്സ് ഏതാണെന്നുള്ളത്. അപ്പൊ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു, എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യപ്രദമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മേടിക്കാം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ലോക്കൽ ഷോപ്പുകളിൽ നിന്ന് മേടിക്കായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു വിഷയം. മൂന്നാമത്തെ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഈ ടോയ്സ് മേടിക്കാൻ നിങ്ങൾ സെലക്ട് ചെയ്ത കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് പറ്റുമോ, അത് അവരുടെ പേരൻസിനാണോ അത് മേടിക്കാൻ പറ്റാന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് നിങ്ങൾ വീഡിയോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ടോയ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരം പോകുന്നത് അറിയില്ല, ഇല്ലെങ്കിൽ ഈ ടോയ്സ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ആ ടോയ്സിന്റെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് യൂസേജും എല്ലാതും പറഞ്ഞ് നിങ്ങൾ കോണ്ടന്റുകൾ വീഡിയോ ആക്കി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇടും. നമുക്ക് എന്തായാലും ഓർഡേഴ്സ് വരും. അപ്പൊ നമ്മളൊരു ഇട്ടവശം ഓർഡേഴ്സ് വന്നില്ലെങ്കിലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടും തോറും നമുക്ക് അതിൽ നിന്ന് എന്തായാലും ഓർഡേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ 80% അല്ലെങ്കിൽ ഒരു 75% നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇന്ന് കിഡ്സിന്റെ ടോയ്സ് വെച്ചിട്ടുള്ള ബിസിനസ്. അപ്പൊ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല ഹ്യൂജ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.